ആ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ഹാസ്യം, അതായത് ആക്ഷേപഹാസ്യം എന്ന ആ ഒരു രീതിയിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ തോന്നിച്ചതിൻ്റെ ഒരു മോട്ടിവേഷൻ? അല്ല, ഇത് ഞാൻ അപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് ലൈൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. എന്നും എൻ്റെ ഫേവറേറ്റ് സിനിമകൾ രഘുനാഥ് പലേരി സാറിൻ്റെ ടൈപ്പ് ഓഫ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പൊന്മുട്ടിരുന്ന താറാവ് അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് എൻ്റെ അത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണ്. മറ്റ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇതൊരു പ്രത്യേക ജോൺറ സിനിമകൾ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിൻ്റെ കഥ പോലെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്നൊരു സ്ക്രിപ്റ്റുമാണ്. അപ്പം ആദ്യ സിനിമ അത്തരമൊരു പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം വലിയ വൈഡായിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നീടൊക്കെ മാറ്റി വെച്ചത്. ഇപ്പം അത് നടന്നു. അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എലമെൻ്റ്, ഒരു ഹാസ്യം അതിനകത്ത് ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയെ പിന്നെ നമുക്ക് പറയേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതിനേക്കാളും അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് അത്ര സീരിയസ് ആയിട്ട്. ഇത് തീർച്ചയായിട്ടും ഹാസ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പറയേണ്ടതാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അന്ധവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന ഉദ്ദേശം മെയിനായിട്ട് കോമഡി ഇല്ല, അങ്ങനെയൊന്നുമില്ല. അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും. എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ട്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം അല്ല എന്നുള്ളതാണല്ലോ. വെറുതെ എന്തിനാണ് ഒരു അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തരത്തിൽ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളതിന് എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അങ്ങനെ ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അതിനല്ലാതെ അതിന് നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒന്നുമില്ല. ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, ഈ വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തില്. ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചെന്ന് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വ്യാഖ്യാനിക്കാം. അപ്പനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പെരുമാനിയിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് ചില മനുഷ്യരുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ അത് നന്നായിട്ട് പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. സിനിമയിൽ നമ്മൾ പുറത്തേക്ക് അറിയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതായിരുന്നു എന്നുള്ളത്. അത് ആ തരത്തിലൊക്കെ ചിന്തിച്ച് തന്നെയാണോ ശരിക്കും സിനിമ? ഞാൻ സാധാരണ എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പരിചിതങ്ങളായ ആളുകളിലേക്കൊക്കെ ഞാൻ വെക്കും, ഇയാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇയാൾ ബിഹേവിയർ. അപ്പം അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്ക് പോകും. ഇപ്പം അപ്പൻ എഴുതുന്ന സമയത്ത് ഞാനും ജയകുമാറും കൂടിയാണ് എഴുതിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്ക് പോകും. ലിറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇയാൾ എങ്ങനെയായിരിക്കും, ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയായിരിക്കും കാണുക, ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ചും അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിലും ഇങ്ങനെ നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാനിയിൽ വരുമ്പോഴും ഇവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ബന്ധപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റാൾ എങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫ് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. വെറുതെ ആളുകളെ ഒരു തമാശ പറയാനൊന്നും പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യത്തിലുണ്ടായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോകുന്നത് അതിലെ അതിലൂടെ ഇല്ലില്ല, ഇത് ഞാനൊരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ പരിചിതമായ നാടുകളിലോ കണ്ട സംഗതികളൊക്കെ തന്നെയാണ്. അതിന് തെറ്റായിട്ടൊന്നും അല്ല എൻ്റെ സിനിമ. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തെറ്റായിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്.
അന്ധവിശ്വാസം ഉണ്ട്, അവിടെ വിശ്വാസവും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് ശരിയോ തെറ്റോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവർക്ക് തോന്നണം ഇത് ശരിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതാണോ ശരി അതാണോ ശരിയെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അപ്പോൾ നമ്മളതിൻ്റെ പ്ലസും മൈനസും പറയുന്നുണ്ട്. ഡീറ്റെയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് പരിചിതങ്ങളായ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ സ്റ്റഡിയൊന്നും വേണ്ടി വന്നില്ല. ഞാൻ കാലങ്ങൾ മുതൽ ഞാൻ കണ്ടു ശീലിച്ച സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നത്, കാരണം അത്രയും നല്ല രീതിയിൽ എല്ലാം എടുത്തു വെച്ചു. പക്ഷെ എനിക്ക് ആ അരഞ്ഞാണത്തിന്റെ സീൻ മാത്രം കുറച്ച് അരോചകമായിട്ട് തോന്നിപ്പോയി. കാരണം നല്ല നല്ല ഒരു സിനിമയിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. തെറ്റായിരിക്കും എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചത് പറയാൻ പോയില്ലേ? ഇല്ല, എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കത് വേറൊരു തരത്തിലൊന്നുമല്ല എൻ്റെ ട്രീറ്റ്മെന്റ്. അത് ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സിനിമ കാണാത്ത ഒരുപാട് ആളുകളൊക്കെ സിനിമ കാണുമ്പോൾ കാര്യം അങ്ങനെ ഒരു വിഷയം ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊരു ചിന്ത. അതൊരു മെയിൻ പ്ലോട്ട് ചേഞ്ച് ആണ്. അതില്ലെങ്കിൽ സിനിമ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പെരുമാനി എന്തായാലും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ പൊന്മുട്ടിയുടെ താറാവ് പോലത്തെ സിനിമകളൊക്കെ തന്നെയാണ് എന്റെ റെഫറൻസ്. അപ്പൊ എനിക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റാന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കളേഴ്സിലേക്ക് പോകും. പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഇത്തരം ആംഗിൾസ് ഉപയോഗിക്കാം, ഭയങ്കര വൈഡ് ലെൻസസ് ഉപയോഗിക്കണം. ഈ അപ്പൻ ചെയ്യുമ്പോൾ നമ്മളൊരു വീടിന്റെ കഥയാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ക്ലോസ് ഷോട്ട്സ് ഒക്കെ തന്നെയാണ്. അതിനകത്ത് മേജറായിട്ട് വരുന്ന ഇമോഷൻസ് ആയിരുന്നു. അപ്പൊ അതൊന്ന് ക്ലോസ് റേഞ്ചിലുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരം വൈഡ് ലെൻസസും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരണം. അപ്പം അത്തരം ആംഗിൾസ് ഉപയോഗിക്കണം, പലതരം കളേഴ്സ് ഉപയോഗിക്കണം. ഈ നാട് പ്രത്യേകതരം നാടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഇപ്പോൾ വണ്ടികൾക്കാണെങ്കിൽ പ്രത്യേകതരം കളറുകൾ, കോസ്റ്റ്യൂംസ് പ്രത്യേകതരം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. ഓഫ്കോഴ്സ് പേടിയുണ്ട്. പക്ഷെ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അപ്പൻ സത്യത്തില് നല്ല പരീക്ഷണമായിരുന്നു. അത് വായിച്ചപ്പോൾ ആദ്യം കുറെ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഇന്റർവൽ സീക്വൻസിൽ വരുന്ന സംഭവമൊക്കെ. അപ്പൊ അത് പക്ഷെ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാനും കാണാത്ത കഥകൾ കാണിക്കുവാനും അല്ലെങ്കിൽ ഇവിടെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാണിക്കാനും ചെയ്യുവാനൊക്കെ ഇവിടെ ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പെരുമാനിലേക്ക് വരുമ്പോഴും എനിക്ക് ഇതിനകത്തും അത്തരത്തിൽ നമ്മൾ ആളുകൾ പറയാത്ത കഥകളും ഇതൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു അപ്പൻ്റെ വിജയം ഒരു ബാധ്യത തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൻ്റെ അത് കോണ്ടന്റിലും ഭയങ്കര വിശ്വാസമായിരുന്നു. പിന്നെ എൻ്റെ ആക്ടേഴ്സിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവര് എല്ലാവരും ഇഷ്ടപ്പെടുത്തും എന്ന് എനിക്കറിയായിരുന്നു. ആത്യന്തികമായിട്ട് ഇത് ഇവരുടെ സിനിമയാണ്. കാര്യം ഇവരെങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ. അവര് മോശമായിട്ട് ചെയ്താൽ സിനിമയില്ല, സിനിമയ്ക്ക് നിലനിൽപ്പില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഒരു പെർഫോമൻസിന്റെ ഒരു വിശ്വാസം തന്നെ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അത് എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ മെയിൻ കാര്യം ഇതില് 70ഓളം ആക്ടേഴ്സ് അവര് ഡയലോഗ് പറയുന്ന ആളുകളും വൃത്തിയായിട്ട് ഇപ്പോൾ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നു. അപ്പം ബാധ്യത ആയോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 ഷോ നടത്തിയപ്പോഴും ഞാൻ തിയേറ്ററിനകത്തേക്ക് കയറിയ പുറത്ത് തന്നെ എനിക്ക് അറിഞ്ഞെടുക്കായിരുന്നു. പക്ഷേ റിവ്യൂസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞതിൽ വളരെ